അപ്പോൾ ഈ ചൂടത്ത് നിങ്ങളെ കൂളാക്കാൻ ഒരു അടിപൊളി ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇതിന് ഷമാമ കൊണ്ട് നമുക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഷമാമ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നേരെ ഒന്ന് കട്ട് ചെയ്ത് ഒരു പകുതി എടുക്കാം. എന്നിട്ട് ഈ സ്പൂണും കൊണ്ട് ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്താൽ നമുക്കതിൻ്റെ സീഡ് മാറ്റിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് എടുക്കാം. ഇനി ഒരു ബൗളിലോട്ട് നമുക്ക് ഇതിനെ സ്പൂൺ കൊണ്ട് തന്നെ ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് അടിപൊളിയായിട്ട് സ്കൂപ്പ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഒരുപാടങ്ങ് പഴുത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാവാം കുറച്ച് ബലമുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് സ്കൂപ്പ് ചെയ്തെടുക്കാം കേട്ടോ. എളുപ്പത്തിൽ നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്യുമ്പോഴേക്കും തന്നെ ഒരു സമയം അങ്ങ് പോവും. അപ്പോൾ നോമ്പ് തുറക്കാനൊക്കെ നമ്മൾ അടുക്കളയിൽ കയറുന്നത് 5 മണിക്കൊക്കെ ആയിരിക്കും കേട്ടോ ഞാൻ കയറുന്നത്. അപ്പോൾ വേഗത്തിൽ തന്നെയാണ് കേട്ടോ പണിയൊക്കെ ഒരുക്കുക. അപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് ഇതുപോലെ അങ്ങ് നന്നായിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഇതിനെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കണ്ടെയ്നർ എടുക്കാം കേട്ടോ, ജാർ എടുക്കാം. അതിലോട്ട് നമുക്ക് ഇതിന് കുറച്ച് പൾപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ, ഷമാമിൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് മധുരത്തിനനുസരിച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. നല്ല ഫ്രീസായ കട്ട പാലുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ തൊണ്ടയിനൊക്കെ ആയതുകൊണ്ട് ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കാണെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇനി മെയിൻ ഇൻഗ്രീഡിയൻസ് 2 ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം കേട്ടോ, കുരു കളഞ്ഞിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുത്തോണ്ട് വരാം. അപ്പോൾ ഇതിനെ അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ഷമാം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.